പരിക്കുകൾ അയാളെ തളർത്തിയേക്കാം. പക്ഷേ സാമ്പാതാളത്തിൽ മഞ്ഞക്കടൽ അലയടിച്ചാൽ അവരുടെ സുൽത്താൻ മൈതാനത്തുണ്ടാകും. കൃത്യമായി പറഞ്ഞാൽ വർഷങ്ങൾ 24. കാൽപന്തിൽ ജീവശ്വാസം നിറച്ച ബ്രസീൽ മണ്ണിൽ കിരീട വരൾച്ചയുടെ വർഷക്കണക്ക്. എത്ര വിദൂരത്തെങ്കിലും ലോകത്തിന്റെ നെറുകയിലേക്ക് അവർക്ക് പടർന്നേ മതിയാകും. ഖത്തറിൽ ഒരു ക്രൊയേഷ്യൻ പേമാരിയിൽ ആ ജനതയുടെ പ്രതീക്ഷകൾ തകർന്നു. അറബ് മണ്ണിൽ വീണ നെയ്മറിന്റെ കണ്ണീരിന് മറുപടിക്കായി ഈ 2026 അതവർക്ക് ജീവൻ മരണ പോരാട്ടമാണ്. പെലെയും റിവാൾഡോയും റൊണാൾഡീനിയോയും തുടങ്ങി ഇതിഹാസങ്ങൾ നിറഞ്ഞാടിയ പതിറ്റാണ്ടുകളുടെ ചരിത്രമുണ്ട് ആ ലാറ്റിൻ അമേരിക്കൻ കരുത്തർക്ക്. ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ന് വരെ എല്ലാ ടൂർണമെന്റിലും പന്ത് തട്ടിയ ഒരേ ഒരു രാജ്യം. എന്നാൽ 2002-നപ്പുറം വിശ്വകിരീട സ്വപ്നം അവർക്ക് നിരാശയുടെ 2 പതിറ്റാണ്ടുകൾ. മഞ്ഞപ്പടയ്ക്കായി അരങ്ങ് തകർത്തൊരു കാലമുണ്ടായിരുന്നു നെയ്മർക്ക്. കിരീടത്തോളം അയാളുടെ പ്രഭയെ ചേർത്ത് വെക്കേണ്ടതില്ലെന്നതാണ്. പക്ഷേ ചില പൂർണ്ണതയ്ക്കായി ആ വിശ്വകിരീടത്തിന്റെ പകിട്ടേറും കാഴ്ചകൾ അത് അനിവാര്യമാണ്. പരിക്കിൽ തളർന്ന സ്വപ്നങ്ങളുമായി ബ്രസീൽ ജനതയുടെ കാത്തിരിപ്പിന് വിരാമമിടാൻ ഫിനിക്സ് എന്ന പോലൊരു പുനർജന്മം കടന്ന് അയാൾ തീർക്കുന്ന ചരിത്രത്തിനായി കാത്തിരിക്കുകയാണ്. രാജ്യത്തിനായി പോരാടാൻ ഉറച്ച് നെയ്മർ എത്തുമ്പോൾ പ്രതീക്ഷകൾ വാനോളമാണ്. 2021 കോപ്പ അമേരിക്ക ഫൈനലിലെ പ്രകടനം ഇപ്പോഴും മറവിയിൽ ആണ്ടുപോകാതെ ആരാധകരുടെ മനസ്സിലുണ്ടാകും. വിനീഷ്യസ് ജൂനിയറും റഫീനിയും ബ്രൂണോ ഗുയിമാറസും കസ്മിറോയും അടക്കം കുമ്മായ വരയ്ക്കുള്ളിൽ നെയ്മറിനൊപ്പം വിശ്വമാമാങ്കത്തിനായി കാഹളമൊരുക്കും. നെയ്മർ ഈ ലോകകപ്പിൽ എന്തു ചെയ്യും എന്നുള്ളതല്ല, അയാൾ മഞ്ഞപ്പടയുടെ പ്രതീക്ഷകളുമായി ആ മൈതാനത്തുണ്ടെങ്കിൽ അതിനോളം ആ ജനതയ്ക്ക് മറ്റെന്താണ്? കണ്ടുമറന്ന പ്രതാപകാലത്തെ സുൽത്താനായി രാജാതിർത്തികൾക്കപ്പുറം മനുഷ്യർ കാത്തിരിക്കുകയാണ്.